ഹായ് മക്കളെ, ഇന്ന് പിടിച്ചൊരു അടിപൊളി ക്വസ്റ്റ്യൻ എന്താ? ഈ ഫിഗർ ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കിയോ, ഏതാണ് സംഭവം നോക്കിയോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഐഡന്റിഫൈ ദ ഡിവൈസ് ഷോൺ ഇൻ ദ സ്കീമാറ്റിക് ഡയഗ്രാം അല്ലേ. സോ ഏത് ഉപകരണത്തിന്റെ രേഖാചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഏതാടാ ഈ ഒരു രേഖാചിത്രത്തിൽ കാണിക്കുന്നത്? നമ്മുടെ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ അല്ലേ, അല്ലെങ്കിൽ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ തന്നെയാണ്. ആൻഡ് ബി ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് ഇറ്റ്സ് വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെ. ഇതിന്റെ പ്രവർത്തന തത്വം എന്തെന്ന് ചോദിച്ചു അല്ലെ. ഏതാണ് ഇതിന്റെ പ്രവർത്തന തത്വം അല്ലെങ്കിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണ്? മോട്ടോർ തത്വം അല്ലെങ്കിൽ മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. ആൻഡ് സി ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് എനർജി കൺവേർഷൻ ടേക്കിംഗ് പ്ലേസ് ഹിയർ അല്ലെ. ഇവിടെ നടക്കുന്ന ഊർജ്ജ മാറ്റം എന്തെന്ന് ചോദിച്ചു അല്ലെ. ഏത് ഊർജ്ജ മാറ്റമാണ് നടക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്സ് ടു മെക്കാനിക്കൽ എനർജി എന്ന് പറയാം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്സ് ടു സൗണ്ട് എനർജി എന്നും പറയാം. രണ്ടും തെറ്റില്ല. അല്ലെങ്കിൽ വൈദ്യുതോർജ്ജം എന്താക്കി മാറുന്നു? യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. അല്ലെങ്കിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായിട്ട് മാറുന്നു. ഇത് രണ്ടും എന്താണ്? ശരിയാണ്. ആൻഡ് സി ക്വസ്റ്റ്യൻ ഡി ക്വസ്റ്റ്യൻ നോക്കിയേ, നെയിം ദ ലേബൽഡ് പാർട്സ് അല്ലെ. അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളുടെ പേര് ഇതാണ് പറഞ്ഞത്. നോക്കാം. എ ആരാ? ദാ ഇതാരാണ്? നമ്മുടെ വോയിസ് കോയിൽ അല്ലേ. അതെ. ബി ആരാ? ഡയഫ്രം ആണ് അല്ലെ. ആൻഡ് സി ആരാ? നമ്മുടെ ഫീൽഡ് മാഗ്നറ്റുകളാണ്. ആൻഡ് ഡി എന്താണ്? നമ്മുടെ കണക്ടിങ് വയേഴ്സ് ആണ്. ആൻഡ് ഇ എന്താണ്? നമ്മുടെ സോഫ്റ്റ് അയൺ ഷീൽഡുമാണ് അല്ലെ. സോ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ആൻഡ് അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, നെയിം അനദർ ഡിവൈസ് ദാറ്റ് വർക്ക് ഓൺ ദ സെയിം പ്രിൻസിപ്പിൾ അല്ലെ. ഇതേ തത്വത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ഉപകരണത്തിന്റെ പേര് ഏതാണ് പറഞ്ഞല്ലേ. ഏതാണ്? നമ്മുടെ ഇലക്ട്രിക് മോട്ടോർ അല്ലെ. അതെ, വൈദ്യുത മോട്ടോർ തന്നെ. സിമ്പിൾ.